ഗർഭം കുത്തി പിളർന്നവരാണ് ഹിന്ദുത്വവാദികൾ ഗുജറാത്തിൽ. അതുകൊണ്ട് അവർ ഭ്രൂണഹത്യ എന്നുള്ള വാക്ക് അവർ ഉപയോഗിക്കുന്നത് അത്ര നിസ്സാരമായിട്ടല്ല, നിഷ്കളങ്കമായിട്ടല്ല. അവരതിൻ്റെ വക്താക്കളും അത് ചെയ്തവരുമാണ്. ആ ഓർമ്മയിലാണ് മോദി ഇക്കാര്യം പറയുന്നത്. തന്നെയല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത്, പ്രതിപക്ഷത്തുള്ള സ്ത്രീകൾ ഉൾപ്പെടെയല്ലേ ഇത് പരാജയപ്പെടുത്തിയത്. മഹുവ മൈത്രയെ പോലെയുള്ള വിപ്ലവകാരികളായിട്ടുള്ള സ്ത്രീകളല്ലേ ഈ ബില്ല് പരാജയപ്പെടുത്തിയത്, കനിമൊഴിയെ പോലെയുള്ള ആളുകൾ. അപ്പോൾ അവരാരും സ്ത്രീകളല്ലേ? അവരിത് വളരെ ആഴത്തിൽ ചിന്തിച്ചിട്ടല്ലേ ഈ വിഷയത്തെ പരാജയപ്പെടുത്തിയത്. അപ്പം മഹുവ മൈത്രയും അതുപോലെ തന്നെ കനിമൊഴിയും ചോദിച്ചല്ലോ, എന്തുകൊണ്ട് നിലവിലുള്ള പാർലമെൻറ്റിൽ സീറ്റിൽ തന്നെ സ്ത്രീ സംവരണം നടപ്പിലാക്കുന്നില്ല? മഹുവ ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ എത്ര സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുത്തു? ഈ BJPയുടെ നിലവിലെ ഭരണകൂടം എത്ര സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്? അങ്ങനെ നോക്കുമ്പോൾ ശൂന്യതരമാണ് BJP ഭരണകൂടത്തിൻ്റെ സ്ത്രീ പ്രാതിനിധ്യം. എന്നിട്ടാണ് പറയുന്നത് ഞങ്ങൾ സ്ത്രീവാദികളാണ്. അപ്പം ഇതൊരു മോഡിയുടെ ഫെമിനിസം എന്ന് പറയുന്നത് എന്താണ്? അതിനെ വിളിക്കേണ്ടത് മറ്റു പേരുകളിലാണ് വിളിക്കേണ്ടത്. അത് ഫെമിനിസത്തെ ഇല്ലാതാക്കാനും സ്ത്രീ സ്വാതന്ത്ര്യത്തെയും സ്ത്രീകൾ മുന്നോട്ട് വെക്കുന്ന സ്വത്വത്തെയും അത് മുന്നോട്ട് വെച്ചിട്ടുള്ള സ്വാതന്ത്ര്യ ചർച്ചകളെയും അധികാരത്തെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇത് എന്ന് കേരളത്തെ സംബന്ധിച്ച് ചോറിയിരുന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്തിയത്. ആ ശ്രമം മുന്നോട്ട് പോയാൽ ഇനി ഒരിക്കൽ കൂടി ഈ ഹിന്ദുത്വ ഫാസിസം അധികാരത്തിലേറാതെ തടഞ്ഞു നിർത്തുവാൻ ഇന്ത്യക്ക് കഴിയുമെന്നുള്ളതിൻ്റെ ഒരു പ്രതീക്ഷ നിർഭരമായ ഒരു സാഹചര്യം കൂടിയാണ് ഈ വനിതാ സംവരണ ബില്ലിനെ പരാജയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വനിതാ സംവരണം എന്നുള്ളത് ഒരു പേര് മാത്രമാണ്. ചെയ്യാൻ ശ്രമിച്ചത് തങ്ങളുടെ രാഷ്ട്രീയ അധികാരം ഉറപ്പിക്കാനുള്ള മണ്ഡല പുനഃക്രമീകരണം നടത്തുക എന്നുള്ളതാണ്. ആ മണ്ഡല പുനഃക്രമീകരണത്തെ നിയന്ത്രിക്കാൻ വേണ്ടി, അതിനെ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ സ്ത്രീവാദികളാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ആത്യന്തികമായി ഏകാധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു ഈ പറയുന്ന ബില്ല് എന്ന് ശേഷം നമുക്ക് വളരെ നിസ്സംശയം പറയാൻ കഴിയും.